വെറൈറ്റി ഒരു വീടായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ട് ഞാൻ നെട്ടിപ്പോ. കേരളത്തിലെ പ്രമുഖ ഗ്രൂപ്പായ AMF, അതെ, കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള AMFലെ അഷ്റഫ്, മുസിൽ, ഫായിസും കൂടെ ഒരുക്കിയിട്ടുള്ള മനോഹരമായ ത്രിമൂർത്തികളുടെ തലയിൽ നിന്ന് ഉദിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അതും വേങ്ങരയിൽ ഒരുക്കിയിട്ടുള്ള 5500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എൻ്റർലി ഡിഫറൻ്റ് ആണ്. അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു റോയൽ വീട് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇനി മറ്റൊന്ന് തിരയേണ്ടി വരില്ല. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. നമ്മുടെ ഈ ത്രിമൂർത്തികളായ ആർക്കിടെക്റ്റുകൾ അവരുടെ തലയിൽ വിരിഞ്ഞിട്ടുള്ള ഈ വസന്തമായിട്ടുള്ള ഈ വീട് ഒരുക്കിയിട്ടുള്ളത്, ഇതിൻ്റെ ഫാക്ടറി വർക്ക് ചെയ്തിട്ടുള്ളത് സിൽവാനോ ഇൻറ്റീരിയർ ആണ്. ഇതിൻ്റെ അവരുടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ വർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകൂടെയാണ് ഈ ഹോം ടൂറിൽ കാണിച്ചു തരുന്നത്. മനോഹരമായിട്ടുള്ള ഹോം ടൂർ എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന ഹോം ടൂറിൽ മ്യൂസിക് കാണുന്നതിന് പകരം പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കാർ പോർച്ചാണ് കിട്ടുന്നത്. മനോഹരമായ ഗേറ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ചെറിയൊരു ഇറക്കാണ്, സ്ലോപ്പാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല കട്ടൊക്കെ വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. വീടിൻ്റെ ആംബിയൻസ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ആർക്കിടെക്റ്റ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടെക്സ്ചറിലാണ് പില്ലറൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള പൈൻ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ സാധാരണ കണ്ടിന് വ്യത്യാസമായിട്ട് നല്ല രീതിയിൽ ചെടിയൊക്കെ വെച്ച് അതുപോലെ തന്നെ കയറി വരുമ്പോൾ ഇതുപോലെ ഇങ്ങോട്ടാണ് കയറി വരുന്നത്. ഫുൾ ലെങ്ത്തിലുള്ള സിറ്റ് ഔട്ട് ഓപ്പൺ ആണെങ്കിലും നമ്മൾ കയറി വരുന്ന ഒരു ഏരിയ ഒരു വെറൈറ്റി ആക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. നല്ല രീതിയിൽ നാച്ചുറൽ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു അടിപൊളി പോട്ട്. നല്ല ഭംഗിയായിട്ട് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഗ്ലാസിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകാശം കിട്ടുള്ളൂ, മഴവെള്ളമൊന്നും കിട്ടില്ല. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പത്രം നോക്കാൻ സാധാരണ ഒരു മലയാളീസിനെ പോലെ നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊരു പോസിറ്റീവ് വൈബ്. അതുപോലെ ഇവിടെ ഫുൾ ലെങ്ത് ആയിട്ട് റാമ്പ് പോലെയുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഗേറ്റിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിറ്റിങ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് 4 എണ്ണം. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പകൽ സമയങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ട് മുറ്റത്തുള്ള മൂച്ചിയും അതുപോലെ തന്നെ മാവും, നമ്മളെ മൂച്ചി എന്ന് പറഞ്ഞാൽ മലപ്പുറം സ്റ്റൈലാണ്, മാവും തെങ്ങൊക്കെ അതേപടി നിർത്തിയിട്ടുള്ള നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ആണ് നിങ്ങൾ കണ്ടു നോക്കിയത്. അകത്ത് കയറിയാൽ നിങ്ങൾ നട്ടും ഈ ത്രിമൂർത്തികളായിട്ടുള്ള ആർക്കിടെക്റ്റിൻ്റെ കഴിവുകൾ എങ്ങനെ ഇവർ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് ഈ വീട് കാണാൻ സാധിക്കും. കയറി വരുമ്പോൾ തന്നെ റൈറ്റിൽ നമുക്കൊരു ലിവിങ് ഏരിയയാണ് കിട്ടുന്നത്. അത് ആ ലിവിങ് ഏരിയൻ്റെ ക്ലാസ് ലുക്ക്. നമ്മളെപ്പോഴും പറയും ലൈറ്റിങ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മളെ വീടിൻ്റെ ഭംഗി. ഒരുപാട് ലൈറ്റ് വെക്കുന്നത് പറയും. ഇവിടെ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് വെച്ചിട്ട് സൗകര്യത്തിനനുസരിച്ച് ലൈറ്റ് വെച്ചിട്ടുള്ളൂ, വേറെ ലൈറ്റ് ഒന്നുമില്ല. ഒരു ലൈറ്റ് ഇട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഒരു ലിവിങ് റൂമിൽ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സോഫ കണ്ടോ, 2 സൈഡിലും 2 കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് ഒരു ടീപ്പോ ഇട്ടിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിലാണ് കട്ടൻ കൊടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ കട്ടൻ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം വിൻഡോകളൊക്കെ നല്ല രീതിയിൽ വിൻഡോകളുണ്ട്. ഫുൾ ലെങ്ത്തിൽ കട്ടൻ കൊടുത്ത് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലിവിങ് ഒഫീഷ്യലായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലിവിങ് ഏരിയയാണ്. മുകളിൽ നല്ല രീതിയിൽ വിനീർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ലിവിങ് ഏരിയയാണ്. ഇവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്നത് ഗ്ലാസ് ഡോറാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്ലാസ് ഡോർ തുറന്ന് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് എത്താൻ സാധിക്കും. ഡൈനിങ് ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നെട്ടിക്കുന്ന ലുക്കാട്ടോ. ഡൈനിങ് ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വേണ്ട, നമുക്ക് ലിവിംഗ് റൂമിൽ നിന്ന് കിടക്കാം, നേരിട്ടിട്ട് കിടക്കാം. ലിവിംഗ് റൂം ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ കിടക്കാൻ പറ്റും. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ്. ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാനലിങ് നല്ല ഭംഗിയായിട്ട് പാനലിങ് കൊടുത്ത് അതിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റോസ് ഗോൾഡ് നല്ല സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പാനലിങ്ങും അതിലേക്ക് മാച്ച് ആവുന്ന ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ലൈറ്റിങ് കണ്ടാൽ അറിയാം ഒരു ആർക്കിടെക്റ്റ് ഒരു വീട് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ലൈറ്റുകളാണുള്ളത്. ആ ഓരോ പർപ്പസിനനുസരിച്ചുള്ള ലൈറ്റുകളാണ്. ഒരുപാട് ലൈറ്റ് കൊടുക്കും. ഇത് മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കൺസീൽഡ് സ്കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്തിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. 6x4 കൊടുത്തിട്ടുള്ളത്. മൈക്കിൾ ആഞ്ചലോല എന്ന് പറയുന്ന ഡിസൈൻ 6x4 മാറ്റ് പോസ്റ്റ് സീരീസിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അടിയിൽ 2 ബെഡ്റൂമുണ്ട്. മനോഹരമായിട്ടുള്ള 2 ബെഡ്റൂമുകൾ അടിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബെഡ്റൂം കാണുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിനൊക്കെ മുന്നേ ഇവിടെ ഈ കൊടുത്ത പാർട്ടീഷൻ, സാധാരണ പാർട്ടീഷൻ ഡിഫറെൻ്റ് ആയിട്ട് വുഡ് ആൻഡ് ഫ്ലൂട്ടഡ് ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് തന്നെ ഒരു ബ്രൗൺ ആണ്. ഈ ബ്രൗൺ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ആയി വരുന്നുള്ളൂ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ബ്രൗൺ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ AMF ആണ്. അത് നമ്മളെ അപ്ലിക്കബിൾ, അത് ഫാക്ടറിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ സിൽവാന ഇൻറ്റീരിയർ ഫാക്ടറിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സാൻഡ്വിച്ച് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ഗ്ലാസ് 2 ഗ്ലാസിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ഒരു രസമുള്ള ഡിസൈൻ കൊടുത്തോടുകൂടെ അപ്പുറത്തിരിക്കുന്ന ആളുകളെ അവ്യക്തമായിട്ട് കാണാം. എന്നാൽ നല്ല രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ട് ഈ ഫ്ലൂട്ടഡ് ഗ്ലാസ് ബ്രൗൺ ഗ്ലാസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത് വുഡും കൂടെ ചെന്നപ്പോൾ നല്ല രസമുള്ള ഒരു പാർട്ടീഷനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ നമുക്ക് 8 ആൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേബിളാണ്. അതിന് മുകളിൽ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിൽ 2 ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഈ വാഷ് ബേസിൻ സെറ്റ് ചെയ്തതാണ്. സാധാരണ വാഷ് ബേസിന് ഒരു ഏരിയ, ഒരു വോളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇവിടെ സത്യത്തിൽ വിൻഡോയുടെ അപ്പുറത്ത് വരുന്നത് ഇവർ വിൻഡോ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഈ സ്റ്റാൻഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ സ്റ്റാൻഡിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റാൻഡിലാണ് ഇത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇത്രയും ഫുൾ ലെങ്ത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ 45 ഡിഗ്രിയിൽ നാനോ വൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളറിൻ്റെ, അമേരിക്കൻ ബ്രാൻഡ് കോളറിൻ്റെ ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള വാഷ് ബേസിൻ, തിക്ക് കുറഞ്ഞ മനോഹരമായിട്ടുള്ള വാഷ് ബേസിനെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ വലുപ്പത്തിലൊരു മിററും ഇവിടെ ഹാങ്ങിങ് ആയി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മൊത്തം ആ സീലിംഗിൽ വന്ന ആ 2 സ്ക്വയർ പൈപ്പിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ടേബിളാക്കി ചെയ്ത് വളരെ മനോഹരമായ ഒരു ഏരിയ ആയി. സാധാരണ കാണുന്ന വാഷ് ബേസിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൽ നിന്ന് നമുക്ക് സർവ് ചെയ്യാൻ വേണ്ടി ഒരു ബാർ കൗണ്ടർ പോലെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ മുകളിൽ കൊടുത്ത ലൈറ്റ് കണ്ടില്ലേ, അത് നല്ല രീതിയിൽ. അതുപോലെ സീലിങ്ങിലൊക്കെ വിനീറായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാസ് ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് ഇവർ ഇതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഈ ബാർ കൗണ്ടർ നമ്മുടെ 3 ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ സിൽവാന ഇൻറ്റീരിയറിൻ്റെ ആർക്കിടെക്ട് കബീർ ഉണ്ട്. AMF എന്ന് പറയുന്ന അല്ലേ ആ കമ്പനി ഡിസൈൻ ചെയ്ത ഈ വർക്ക് നിങ്ങളാണ് ചെയ്യുന്നത്. അവരുടെ ആവശ്യപ്രകാരം നിങ്ങൾ ചെയ്തത്. അങ്ങനെ എല്ലാ ആർക്കിടെക്റ്റും ഇന്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കും? തീർച്ചയായിട്ടും ഫാക്ടറി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അവരെ സംബന്ധിച്ച് കുറച്ചും കൂടി ഈസിയാണ്. അത് അവർ ചെക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ക്രോസ് ചെക്കിങ് നമ്മളെ കമ്പനിയിൽ തന്നെ കിട്ടും. ഡബിൾ സൂപ്പർവൈസർ. അതെ, ഒരു ആർക്കിടെക്ചർ വിങ് അവിടെ ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പ്രമുഖ ഒരു ബ്രാൻഡാണ്. കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നല്ല വർക്കുള്ള ഒരു ടീം. കാരണം ഈ ത്രിമൂർത്തികളാണ്. അവരൊക്കെ എന്തൊക്കെ പേര്? അഷ്റഫ്, മൂസിലി ഫായിസ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ 3 ആളുകളുടെ തലയിൽ നിന്ന് വിരിയുന്ന സംഭവങ്ങളാണ് ഓരോ വീടിന്റെ. ഈ വീടിന്റെ ക്ലാസ് ലുക്ക് കണ്ടില്ലേ, അത് അവരുടെ ഐഡിയ ആണ്. ബാർ കൗണ്ടറും അതുപോലെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ചെയ്തിട്ടുള്ളത് കൊറിയൻ ടോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ വാഷ് ബേസിൻ നാനോ വൈറ്റ് എന്ന് പറയാം കേട്ടോ, സോറി, കൊറിയൻ ടോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റഡി യൂണിറ്റ് ആണ് അല്ലേ, എവിടെയും കാണാത്ത പോലെയാണ്. കാരണം എനിക്ക് ഇവിടെയാണ് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ ബാർ കൗണ്ടർ നേരെ ബാക്കിൽ തന്നെ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കല്ലേ, നല്ല വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷനും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാഷ്യോ ചെയ്തിട്ടുണ്ട്. വളരെ റിലാക്സ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഒരു സുലൈമാനി കുടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാഷ്യോ. നല്ല രസമുള്ള കാറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സ്ക്വയർ പൈപ്പിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുറത്ത് വുഡൻ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പുറത്തേക്ക് നോക്കി ഓരോ ബാക്കിത്തെ വീടിനെ തറവാട് വീട്ടിൽ നോക്കിയിരിക്കാൻ പറ്റുന്ന, കാറ്റോ കൊണ്ട് ആസ്വദിച്ച് സുലൈമാനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാഷ്യോ. സത്യത്തിൽ ഇതിന് അഡീഷണൽ ചിലവൊന്നും വന്നിട്ടുണ്ടാവില്ല. ആ മറ്റേ ബെഡ്റൂമിന്റെ വാളും ഈ വാളും വരുന്നിടത്ത് ഇങ്ങനെ ഒരു പറകോള ഇട്ട് കൊടുത്തു. മുകളിൽ അതിന്റെ മേലെ ഏതാ ഗ്ലാസ്, 2 സൺഷെയ്ഡ് കണക്ട് ചെയ്ത് കൊടുത്തു. ആ ഗ്ലാസ് ഏതാണത്? ഇത് പോളികാർബൺ ഷീറ്റും വെച്ചിട്ട് അതെന്ത് ചെയ്തു, അവിടെ സെറ്റ് ചെയ്തു. ഏതായാലും മൈക്കിലാഞ്ചോല എന്നറിയുന്ന നമ്മുടെ ഈ 6-4 പോഷ് അടിപൊളി മാച്ച് ആയിട്ടുണ്ട്. ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായാലും മാച്ച് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ, അത് ഭയങ്കരമായിട്ട് രസമായിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീടിന്റെ കിച്ചനാണ്. സാധാരണ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് കിച്ചൺ അല്ലേ. വീടിന്റെ കിച്ചൺ എല്ലാവരും ശ്രദ്ധിക്കും. എന്തൊക്കെയാണ് ഈ കിച്ചണെ പ്രത്യേകത? ഈ കിച്ചണ് ഒന്നാമത് നമ്മൾ നോർമലി കിച്ചണിൽ കാണുന്ന കുറേ ഡോറുകളാവും കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാം ഡ്രോവേഴ്സാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അധികം എല്ലാം ഡ്രോവേഴ്സാണ്. അതായത് ഏറ്റവും കൂടുതൽ യൂസ് നടക്കുന്ന ഡ്രോവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കാവുന്ന ഒരുപാട് ആക്സറീസുകൾ ഉണ്ട്. അത്രയും ആക്സറീസുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡോറും മറ്റെന്താ പറഞ്ഞു, ഡ്രോവേഴ്സ് ടാൻഡം ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മറ്റേ ഡോറിനെയും കാട്ടി കൂടുതൽ യൂസ്ഫുൾ ആവുപോലെ. മാത്രമല്ല ഡാമേജുകളൊന്നും സംഭവിക്കില്ല. അതെ, മാത്രമല്ല ഇതിൽ ആക്സറീസുകൾ ഉണ്ടാവും ഇഷ്ടംപോലെ. മറ്റേ കൊടുത്തു കഴിഞ്ഞാൽ ആക്സറീസ് വെക്കാനുള്ള സൗകര്യം കുറവാണ്. ഡ്രോവേഴ്സ് ആണ് കൊടുത്തുള്ളത്. സാധാരണ ഡോറുകൾ ഉണ്ടാവില്ല. ഡോറുകളാണെങ്കിൽ പിന്നെ അടയാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടില്ല. ഇത് എന്തിനാണ് ചെയ്തിട്ടുള്ളത്? ഇത് ഒക്കെ ഹെട്ടിക്കിന്റെ ടാൻഡം ബോക്സുകൾ എന്ന് പറയാം. 90 സെന്റിമീറ്റർ വീതിയുള്ള കൊടുക്കാൻ വേണ്ടിയുള്ള ടാൻഡം ബോക്സുകളാണ് നമുക്ക് കൊടുക്കുന്നത്. ഇത് അക്രിലിക് ആണ് അക്രിലിക്കിലാണ് നിർത്തിയിട്ടുള്ളത്. അതാണ് ഇത്ര ഫിനിഷ് ഭയങ്കര രസമായിട്ട് ആ ഗ്രീൻസ്. ഈ കൗണ്ടർ ടോപ്പ് എന്തായാലും കൊടുത്തിട്ടുള്ളത്? കൗണ്ടർ ടോപ്പ് കോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കോഡ്സ് 45 ഡിഗ്രി കട്ട് ചെയ്ത് കൊടുത്തു. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല മാറ്റ് സ്വിങ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ടൈലും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ടൈല്. ചിമ്മിണി ഹോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇവിടെ ഡോർ കാണാത്തുള്ള നല്ല ഭംഗി. മേലെ ഓൾറെഡി ക്ലോസ്ഡ് ആണല്ലോ, അതൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ പുഷ് ഓപ്പൺ ആണ്. ഹാൻഡിലില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കിച്ചണിലെ ഹാൻഡിലുകൾ എവിടെയും കാണാൻ സാധിക്കില്ല. കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഹാൻഡിൽ, ഡോറിന്റെ ഹാൻഡിൽ കാണാൻ കഴിയില്ല. പുഷ് ഓപ്പൺ ആണ് മേലെ. അതുപോലെ തന്നെ അടിയിൽ ഡ്രോവേഴ്സ് ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ അടിയിൽ LED ലൈറ്റും കൊടുത്തോടു കൂടെ നല്ല രസകരമായിട്ട് ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വാളിയൂണ്ട് കംപ്ലീറ്റ് പ്രൊഫൈൽ ഡോറുകളാണ്. ഗ്ലാസും പ്രൊഫൈലും കൂടിയുള്ള ഡോറുകളാണ് വാളിയൂണ്ട് കംപ്ലീറ്റ്. ഗ്ലാസും പ്രൊഫൈലും തമ്മിലുള്ള ഡോറുകൾ കണ്ടോ. നമ്മൾ ആവശ്യത്തിന് മേലേക്ക് പൊക്കി വെക്കാൻ പറ്റും.
ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന അടിപൊളി. നമ്മൾ ചൈന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണില്ലേ, നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഗ്ലാസ് നേരെ മുകളിലേക്ക് നോക്കി വെക്കാം. അത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഗ്ലാസുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഒരു 5 സ്റ്റാർ മോഡുലാർ കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്, ബാക്കി സ്ഥലത്ത് ഒരു ക്രോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോൾ യൂണിറ്റ് ആണ്, ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതിൽ അത്യാവശ്യം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഒരു ഓവണും കൊടുത്തിട്ടുണ്ട് അല്ലേ. റെഫ്രിജറേറ്റർ എൻഡിലാണ് വരുന്നത്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ. ഈ കിച്ചൻ്റെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞണം. വീഡിയോ കാണുന്ന ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ ഈ കിച്ചൺ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ സിൽവ മുസ്തഫ എന്ന യൂട്യൂബ് ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുക. ഫ്ലോറിൽ വെച്ചുള്ളത് 1500-800 മാറ്റാണ്. നല്ല രസകരമായിട്ടുള്ള മാറ്റാണ് ഫ്ലോറിൽ വിരിച്ചുള്ളത്. നമുക്ക് ഇനി ഈ വീടിന്റെ ബെഡ്റൂംസുകളൊക്കെ കാണാം. ഇതാണ് നമ്മളെ ബെഡ്റൂം. എന്താണ് വളരെ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡോറൊക്കെ എന്താണ് വെനീറാണോ? ഒക്കെ വെനീറാണ്. ഇതില് ഈ ഒരു പോർഷൻ ഒരു സ്പെഷ്യൽ അക്രിലിക്, ഫ്ലൂട്ടഡ് അക്രിലിക് എന്ന് പറയും. സാധാരണ അക്രിലിക് അല്ല, ഫ്ലൂട്ടഡ് അക്രിലിക്. അതെ അതെ, നമ്മളത്തെ ഗ്ലാസ് കണ്ടില്ല, ഫ്ലൂട്ടഡ് ഗ്ലാസ്, അതേ ഒരു പാറ്റേണിലുള്ള ഫ്ലൂട്ടഡ് അക്രിലിക്കാണ് കൊടുത്തുള്ളത്. അതുപോലെ ഇതിന്റെ ഹാൻഡിലൊക്കെ നല്ല രസമാണ്. ഒരു റോസ് ഗോൾഡിൽ നല്ല വെറൈറ്റി ആയിട്ട് റിച്ച് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഹാൻഡിലോട്ട് യൂണീക്ക് ആയിട്ടുള്ള സാധനം. അതുപോലെ ഒരു സ്റ്റഡി യൂണിറ്റിന് ഇതും കൊടുത്തിട്ടില്ല ഇവിടെ. ഈ ഫ്ലൂട്ടഡ് അക്രിലിക് രസാട്ടോ. ഇതൊന്ന് പുതിയ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഡിസൈനിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കാണാൻ ഒരു വെറൈറ്റി, ലോങ് കാണുമ്പോൾ നല്ല ഷോ ആണ്. അത് പിന്നെ അതിന്റെ നോബുകളൊക്കെ എന്തായാലും മാച്ച് ആവുന്ന രീതിയിലുള്ള നോബുകളാണ് കൊടുത്തുള്ളത്. അതുപോലെ ബാക്കിൽ ഹെഡ്റസ്റ്റ് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്ത് മനോഹരമാക്കി. ആന്റിക് ലൈറ്റുകളുണ്ട് അല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ ആ പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൺസീൽ ടാങ്കും അതുപോലെ ഷവർ മിക്സർ കൊടുത്തിട്ടുള്ള ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷനിൽ ബ്രൗൺ ആൻഡ് ബീച്ച് കളറിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ എത്തിയുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ നേരത്തെ 2 റൂം എന്ന് പറഞ്ഞു, 3 ബെഡ്റൂം ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. കാരണം മാസ്റ്റർ ബെഡ്റൂമിൽ എത്തിയുള്ളത് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇതെന്താണ് ഈ ചുമരിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്? ഇത് കർട്ടൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും താഴേക്ക് സൈഡിലേക്ക് വീണ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. സാധാരണ അതിനോട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപയോഗിക്കാതെ ക്ലീൻ ആക്കാതെ ആകെ കച്ചറായി. നല്ലൊരു ഐഡിയ ആണ് ചെയ്തിട്ടുള്ളത്. കുറച്ചങ്ങോട്ട് തള്ളിച്ചിട്ടാണ് ഇതിന് ഹെഡ്റസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്റസ്റ്റ് അതിന്റെ കൂടെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വാൾപേപ്പർ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിന്റ് കൊടുത്ത് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഒരു ഫ്രെയിം വർക്ക് അതിൽ കൊടുക്കുന്നത് കൂടെ ഒരു ആംബിയൻസ് അത് മാറി കിട്ടി. പിന്നെ ഫുൾ ലെങ്ത്തിൽ കാർട്ടൂൺ ചെയ്തിട്ടല്ല. സാധാരണ നമ്മളെ ഫ്ലോറിൽ ഉപയോഗിച്ചുള്ള അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ളത്. എന്താണ് ഈ വാർഡ്രോബ്സിന്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അക്രിലിക്കാണ്. അക്രിലിക്കാണ്, ഫ്ലൂട്ടഡ് അക്രിലിക്കാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലൂട്ടഡ് അക്രിലിക്കിലാണ് ഈ വാർഡ്രോബ്സിന്റെ ഡോറുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ശബ്ദം കണ്ടില്ല, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സർഫേസ് ആണ് ഈ വീട്ടിൽ. അതുപോലെ ഗ്ലാസും ഫ്ലൂട്ടഡ് ആണ്. എല്ലാം ഒരു ഫ്ലൂട്ടഡ് ടച്ച് വന്നിട്ടുള്ളതാണ് ഗ്ലാസ്. ഇതുപോലെ തന്നെ നമ്മളെ ഇതിന്റെ ഡോറിന്റെ അതേപോലെ തന്നെയാണ് ഇതിന്റെ ഹാൻഡിലുകളും ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ആ ഫ്ലൂട്ടഡ് അക്രിലിക്കിനെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ടോപ്പിലും ബോട്ടത്തിലും സെയിം നമ്മൾ കൊടുത്ത അതേ ലാമിനേറ്റിന്റെ ഫിനിഷ് തന്നെ കൊടുത്ത് അതിനെ ആ ഒരു തീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വാർഡ്രോബ്സിന്റെ. അതെ അതെ, അതിന്റെ ഹാൻഡിലുകളും അതുപോലെ അതൊക്കെ തന്നെയാണ് അതിന്റെ ഫീൽ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ, ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ്, വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡോറും തന്നെ ഞാൻ ആ ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വരുന്ന ഒരു രസം എന്ന് പറഞ്ഞാൽ ആ ഒരു കോംബോ ഇവിടെയും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ലെങ്ത്തിൽ മിറർ കൊടുത്തുള്ളത്. ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ട് അതിന് മിറർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിന്റെ പ്രത്യേകത ഹാഫ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് അല്ലേ, ലൈറ്റ് ഡാർക്ക് ഡിസൈനിൽ ഹാഫ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിന് മാറ്റ് ഡിസൈൻ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂം സെറ്റാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തത്. 3ാമത്തെ ബെഡ്റൂമാണ്. മറ്റൊന്നുമില്ല, ഡിഫറെൻ്റ് ആയിട്ട് ചെറിയ രീതിയിൽ അഡ്രസ്സിൻ്റെ അവിടെ മാറ്റങ്ങൾ വരുത്തി. ടെക്സ്ചറിങ്ങിലും അതുപോലെ ഫ്ലൂട്ടഡ് അക്രിലിക്കിന്റെ ബ്ലാക്ക് കളറിലേക്ക് മാറ്റി. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, കരിനീല, നേവി ബ്ലൂ ആണെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനത്തെ ഒരു കളറിലേക്ക് മാറ്റി. അതും വുഡും തമ്മിലുള്ള കോമ്പിനേഷനാണ്. ഇവിടെ ഹാൻഡിലൊക്കെ ഡിഫറെൻറ്റ് ഹാൻഡിലാട്ടോ. മാർബിൾ പീസും അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടെ തമ്മിലുള്ള കോമ്പിനേഷനാണ്. അതിൻ്റെ ഹാൻഡിലിൽ ഈ മാർബിൾ പീസ് കൊടുക്കുന്നതും കൂടെ തന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഫുൾ ബോഡിയാണ് ഇവിടെ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. അത് ഒലീവ് ഗ്രീനും ഫുൾ ബോഡി തമ്മിൽ ഒരു വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അതിൻ്റെ മാറ്റിനെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത്. വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ ഡോറും നമ്മൾ ഫ്ലൂട്ടഡ് അക്രിലിക്കിൽ ചെയ്തിട്ടുള്ള ഡോറുകളാണ്. ഒരു ക്യൂട്ട്നെസ് ഉള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ്
സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രയർ റൂമിലേക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ നമ്മളെ ഒസു എടുക്കാനുള്ള സൗകര്യങ്ങൾ വെച്ചുള്ളത്, അതും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ഫുൾ ബോഡി ടൈല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല രസമുള്ള മൊസൈക്ക് ടൈല് കൊടുത്തിട്ട് മനോഹരമാക്കി അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് കൊണ്ടൊരു ബോർഡർ കൊടുത്തുള്ള ഒരു എന്താ പറയുക ഒസു എടുക്കുന്ന ഏരിയ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞൊക്കെ നമ്മളെ പ്രയർ റൂമാണ്. നല്ല സൗകര്യമുള്ള ഒരു പ്രയർ റൂമാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ള സ്റ്റെയറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വലിയ ഫുൾ ലെങ്ത്തിലുള്ള കോട്ടൺ കൊടുത്തിട്ടുണ്ട് ലാൻഡിങ്ങിൽ. അതുപോലെ നാച്ചുറൽ വുഡിൽ കൊടുത്തിട്ടുള്ള സ്ട്രക്ചർ വർക്ക് ചെയ്തൊരു സ്റ്റെയറാണ്. നല്ല വീതി ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ് ടഫൻ ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് വുഡ് കൊണ്ട് ലോക്ക് ചെയ്ത് ഗാർഡ് റെയിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റെയറാണ്. നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ സ്റ്റെയറിൻ്റെ പ്രത്യേകത ഈ പ്ലെയിൻ ഗ്ലാസും ആൻഡ് റെയിലും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ സീലിങ്ങിൻ്റെ മുകളിൽ കണ്ടില്ല നല്ല രസമുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ മൊത്തം വിനീറാണ് കൊടുത്തിട്ടുള്ളത്. അതന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് ഫുൾ ഡബിൾ ഹൈറ്റുമാണ്. കയറി വന്ന പ്ലെയിൻ ആയിട്ടുള്ള ഹാളാണ്. രണ്ട് രീതിയിൽ സോഫ ഇട്ടിട്ടുണ്ട്, ഇരിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള സോഫയാണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. മുകളിലും ആവശ്യത്തിന് ആളില്ലാത്തതുകൊണ്ട് ഒരു ബെഡ്റൂമിൽ ഒന്നും ചെയ്തില്ല, ഇൻറ്റീരിയറൊന്നും ചെയ്തില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. മുകളിലെ ബെഡ്റൂം സ്പെഷ്യലായിട്ടൊന്നും ചെയ്തില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സുകളും അതുപോലെ തന്നെ ഹെഡ് ഡ്രസ്സിൻ്റെ ബാക്കിൽ ഫ്ലൂട്ടഡ് പാനലുകളാണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഡിസൈൻ ആക്കി ചെയ്താൽ കേട്ടോ. ഇത് സ്ട്രൈറ്റിൽ വരുന്നതാണ്. നമ്മൾ ആ ആളുകൾ ആ ഡിസൈനിനനുസരിച്ച് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെന്നുള്ളൂ. കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനോട് കൂടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ബാത്റൂം അറ്റാച്ച്ഡാണ്. ബാത്റൂമിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഡിസൈനിൽ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് വെച്ചുള്ള അടിപൊളി ബാത്റൂം അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിനോട് കൂടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഡിസൈനിൽ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിക് ഡിസൈനാണ് ബാത്റൂമിലേക്കുള്ള ഫ്ലോർ ടൈലൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള വാൾ ടൈലും വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കൂടെ തന്നെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കണ്ട മനോഹരമായ വീടൊരുക്കിയ ജസീം ഖാൻ്റെ മകൻ ജസീലാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജസീം ഖാൻ പുറത്താണുള്ളത്. എന്തായാലും മനോഹരമായ വീടാണ്. കൺഗ്രാജുലേഷൻ. ആദ്യമായിട്ട് നിങ്ങൾ നമ്മളെ AMF ആർക്കിടെക്റ്റിനെ ഈ പണി ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്നു അത്രയും ഭംഗി? നല്ല കഴിവുള്ള പയ്യന്മാരാണ് അല്ലേ? 3 ആളും മൂർത്തികൾ അല്ലേ? ഒന്നിനൊന്ന് വെച്ചുള്ള ആ ഒരു ഡിസൈൻ നിങ്ങൾ വീട്ടിൽ കാണും കേട്ടോ. എല്ലാ ഏരിയയിലും അതിൻ്റെ ക്വാളിറ്റി കാണുന്നുണ്ട്. വീടൊരുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നല്ല ആർക്കിടെക്ട് ടീമിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭമായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാതെ ലാഭമായിരിക്കും. നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ ഫീസ് കണ്ടിട്ട് നമ്മൾ ചില ആളുകൾ ആർക്കിടെക്റ്റൊന്നും ഇല്ലാതെ ചെയ്യും. ഒരുപാട് നഷ്ടങ്ങൾ അതിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് AMF എന്ന് പറയുന്ന ആർക്കിടെക്ട് ടീമിനൊരു സല്യൂട്ട്. മാത്രമല്ല ഈ വർക്ക് എടുത്ത സിൽവാനോ ഇൻറ്റീരിയർ ടീമിനും നല്ലൊരു സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവർ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ വർക്ക് എടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ സിൽവാൻ്റെ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സിൽവാൻ ഇൻറ്റീരിയർ ഡിവിഷൻ്റെ ഒരു സപ്പോർട്ട്? സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളെ AMFൻ്റെ ടീമിൻ്റെ ഈ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാക്കിയിട്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് AMFനോട്? അല്ല, വീടെടുക്കുന്ന ആരെങ്കിലൊക്കെ നിങ്ങൾ അവരെ സജസ്റ്റ് ചെയ്യും, ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യും. അതാണ് ഒരു ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അവർ ചെയ്ത ആർക്കിടെക്ട് ടീമിനെ അവർ വീണ്ടും സജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് AMFൻ്റെ ഒരു ഗുണം. ഇതിൽ കിട്ടുന്നൊരു ഗുണം. അവർ കേരളത്തിലെ പ്രമുഖ ഗ്രൂപ്പാണ്, കാലിക്കറ്റ് ബേസ്ഡാണ്. വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് എന്താ വെച്ചാൽ ഇതിന്റെ എല്ലാ പോയിന്റിലും അവരെ കൈയെത്തിയിട്ടുണ്ട്. സിംഗിൾ പോയിന്റിൽ ഒരു ലൈറ്റിന്റെ സെലക്ഷൻ മുതൽ ഒരു വയറിന്റെ സെലക്ഷൻ മുതൽ എല്ലാത്തിന്റെയും കൈ അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ച ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടീമിനെ ഏൽപ്പിച്ചാൽ വീട്ടിൽ കിട്ടുന്ന ഒരു ഫൈനൽ റിസൾട്ട്. കാരണം അവർ കൊടുത്ത വർക്ക് ചെയ്ത സിൽവാനോ ഇൻറ്റീരിയറിൻ്റെ ആർക്കിടെക്ട് കബീറാണ് നിങ്ങളോട് സംസാരിച്ചത്, ഞാനല്ല. അവർക്ക് അറിയാം, ഒരു ആർക്കിടെക്റ്റിന് അറിയാം ഒരു ആർക്കിടെക്റ്റിൻ്റെ വർക്ക്. അതുകൊണ്ട് പറയാണ്. എന്തായാലും ഈ വീട് എനിക്ക് ഇഷ്ടമായി കരുതുന്നു. നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.